പ്രൈസ് ദി ലോർഡ്. നമ്മൾ Praise ഹെബ്രായ God. ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെബ്രായ ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പുതിയ ഉടമ്പടിയിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു വരാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അതൊരു ശ്രേഷ്ഠമായ വിളിയാണ്. പഴയ ഉടമ്പടിയിൽ അബ്രാഹത്തിന്റെ സന്തതികളായ യാക്കോബിന്റെ 12 മക്കളുടെ പേരിലാണ് 12 ഗോത്രങ്ങൾ നിലകൊള്ളുന്നത്. അവരെ വിളിച്ചിരിക്കുന്നത് കാനാൻ ദേശത്തേക്കാണ്. എന്നാൽ പുതിയ ഉടമ്പടിയിലൂടെ ദൈവപുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റുകയാണ്. അതാണ് ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ആരംഭത്തിലെ പറയുന്നത്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മോട് പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് പൂർവ്വപിതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ കാര്യങ്ങളാണ്. അവനിലൂടെയാണ് സമസ്തവും സൃഷ്ടിച്ചത്, അവന് വേണ്ടിയാണ് സമസ്തവും സൃഷ്ടിച്ചത്. 4-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 6-ാം വാക്യം വീണ്ടും പറയുന്നു, തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ദൈവദൂതന്മാർ പോലും മനുഷ്യക്കുഞ്ഞായി ജനിച്ചു വീണ യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുത്രനെ പറ്റിയോ, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. ഒരു രാജ്യത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരു രാജ്യത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് മറന്നു പോകരുതേ. ഒരു രാജ്യത്തിലേക്ക്, ആ രാജ്യത്തിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ ആദ്യമേ ദൈവം ചെയ്യുന്നത് 13-ാം വാക്യം പറയുന്നു, നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും ദൈവം പറഞ്ഞിട്ടുള്ളത്? രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് നമ്മെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. നമ്മെ കൂടെ ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. ദൈവദൂതന്മാരെന്ന് പറയുന്നത് നമുക്കും കൂടെ സേവ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണെന്ന സത്യം നമുക്ക് ഈ ഹെബ്രായ ലേഖനം വെളിപ്പെടുത്തി തരികയാണ്. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗൗരവമേറിയ ഒരു വാക്യമാണ്, ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ഇത്ര മഹത്തായ രക്ഷ ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എത്രയോ മഹത്തായ ഒരു രക്ഷയാണ് ദൈവം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പല പല ഭാഷകളിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കത് മനസ്സിലാകാൻ പറ്റാതെ പോയി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യെശയ്യാ പ്രവചനം 52:3 പറയുകയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. അതെന്ത് ഭാഷയാണ്? വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ തന്നെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. ഏത് മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ സങ്കീർത്തകൻ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഒരു കുഞ്ഞ് പാപിയാണ്, പാപത്തോടെയാണ് ജനിച്ചു വീഴുന്നത്. പാപം എന്ന് പറയുന്നത് സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവമാണ്. ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വയും പാപം ചെയ്തത് കൊണ്ടാണ് ഭൂമിയിലെ ഏത് മതത്തിൽപ്പെട്ട മനുഷ്യരും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെയാണ് പുത്രൻ തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ മരണത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ മരണത്തെ എടുത്തു മാറ്റുകയാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
പരമപ്രധാനമായ ഘടകമാണ് അവനിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കുക. വിശ്വാസം നമ്മൾ ജനിച്ചു വീണ മതത്തിലല്ല, അതൊരു വ്യക്തിയിലാണ്. അത് യേശു ക്രിസ്തുവിലാണ്. അവനിൽ വിശ്വസിക്കുക. സമസ്തവും അവനിലൂടെ സൃഷ്ടിച്ചു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. ഹെബ്രായർ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവേ. എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ചിന്ത എപ്പോഴും യേശുവിനെ പറ്റിയായിരിക്കണം. യേശു ആരാണ്? അവൻ എന്തിനു ഭൂമിയിലേക്ക് വന്നു? അവൻ ആരായിരുന്നു? പൂർവ്വപിതാക്കന്മാരോട് യേശു പ്രസംഗിച്ചു, അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്. അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ അവനെ കല്ലെറിയാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇത് നമ്മൾ ചിന്തിക്കണം. അബ്രാഹത്തിന് മുൻപുള്ള ഇവൻ ആരാണ്? ഇതാണ് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. മനുഷ്യ ശരീരമായിട്ടല്ല, വചനമായി ദൈവത്തോടു കൂടെ നിന്നിരുന്നവൻ. ആ വചനം മറിയം വിശ്വസിച്ചപ്പോൾ മറിയത്തിന്റെ ഹൃദയത്തിലേക്ക് വചനം ഇറങ്ങി വരികയാണ്. വിശ്വാസം പരമപ്രധാനമാണ്. ഹൃദയത്തിലാണ് നമുക്ക് വിശ്വസിക്കാനുള്ളത്. ആ വിശ്വാസം, നീ ഒരു പുത്രനെ പ്രസവിക്കും, അത് വിശ്വസിച്ചു, അത് അതുപോലെ സംഭവിച്ചു. ഒരു മനുഷ്യക്കുഞ്ഞായി വചനം മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടു. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, പാപം ചെയ്ത മനുഷ്യരെ വിടിവിക്കുന്നതിന് വേണ്ടി ഒരു കാളയെയോ ആടിനെയോ ബലി കഴിച്ചിട്ട് കാര്യമില്ല. പാപം ചെയ്ത മനുഷ്യനെ വിടിവിക്കുന്നതിന് വേണ്ടി പാപമില്ലാത്തൊരു മനുഷ്യൻ യാഗമായി തീരണം. ഭൂമിയിൽ ജനിച്ചു വീണ ഏത് മനുഷ്യനെ നോക്കിയാലും അവരെല്ലാം പാപത്തോടെയാണ്. അപ്പൊ അതിലവനെ പങ്കാളിയാക്കുകയാണ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട്. അതാണ് പൗലോസ് എടുത്തു പറയുന്നത്, പാപമൊഴികെ എല്ലാറ്റിലും അവൻ നമുക്ക് അനുരൂപനായിരുന്നു. ബലഹീനതകൾ അവനുണ്ടായിരുന്നു. നടന്ന് ക്ഷീണിച്ച് കിണറിന്റെ കരയിൽ ഇരുന്നു. എന്നാൽ അവനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം വികസിക്കണം. ഇവൻ ആരാണ്? ഇവൻ പറയുന്നത് അതുപോലെ സംഭവിക്കുന്നല്ലോ. അന്ന് വരെ ദൈവത്തെ ഇസ്രായേൽ മക്കൾക്ക് വിളിക്കാൻ ഭയമാണ്. യാഹ്വേ, പല ശബ്ദങ്ങളാണ്. ഭയന്ന് വിറയ്ക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഒരു തച്ചന്റെ മകൻ എന്നറിയപ്പെട്ട യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. പിതാവ് വിളി കേൾക്കുന്നു. സ്നാനം കൊടുക്കുമ്പോൾ പിതാവ് മേഘത്തിൽ നിന്ന് സംസാരിക്കുന്നു, ഇവൻ എന്റെ പ്രിയ പുത്രൻ. പരസ്യ ജീവിതത്തിന്റെ ഇടയിൽ വെച്ച് ശിഷ്യന്മാരെ വിളിച്ചു കൊണ്ടുപോയി മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് നിയമം കൊടുത്ത മോശയും പ്രവാചകന്മാരിൽ ശക്തനായ ഏലിയ പ്രവാചകനും യേശുവിനോട് സംസാരിക്കുന്നു. പെട്ടെന്ന് പത്രോസിന്റെ ചിന്ത, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലത്. ഉടനെ ഒരു മേഘം വന്നവരെ ആവരണം ചെയ്തു. വീണ്ടും മേഘത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവേ. ഇനി നിങ്ങൾ മോശ പറയുന്നത് കേട്ടല്ല ജീവിക്കേണ്ടത്. പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയ പ്രവാചകനെ നിർത്തിയിരിക്കുകയാണ്. മരണം കാണാതെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഏലിയ പ്രവാചക വചനങ്ങളെല്ലാം ഇവനിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. നിയമവും പ്രവചനവും യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. ശബ്ദം കേട്ട് ഭയന്ന് വിറച്ച ശിഷ്യന്മാർ നോക്കിയപ്പോൾ യേശു അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അപ്പൊ പിതാവും സാക്ഷ്യപ്പെടുത്തുകയാണ്. യേശു എന്ത് പിതാവിനോട് ചോദിച്ചാലും പിതാവ് ചെയ്തു കൊടുക്കുന്നു. സഹോദരങ്ങളെ, പല മഹാന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ മഹാന്മാർക്ക് തന്റെ അനുയായികളോട് ഒരു കാര്യം പറഞ്ഞ് അത് നിറവേറ്റും മുമ്പ് മരിച്ചാൽ പിന്നെ അവർക്കത് നിവൃത്തിയാക്കാൻ സാധ്യമല്ല. പക്ഷെ യേശു ജീവിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ എന്നാണോ മരിക്കുന്നത് അതിന്റെ 3-ാമത്തെ ദിവസം നിങ്ങളെ ഞാൻ ഗലീലയിൽ കണ്ടുമുട്ടും. യേശു യാഗമായി തീർന്ന് കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ദൈവദൂതന്മാർ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളോട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞതല്ലേ ഗലീലയിൽ കണ്ടുമുട്ടുമെന്ന്. മറിയത്തിന് പ്രത്യക്ഷപ്പെടുമ്പോഴും അത് തന്നെ പറയുകയാണ്, നീ ചെന്ന് സഹോദരങ്ങളോട് പറയുക. ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്ത് മരണശേഷവും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു പൂർണ്ണനായ മനുഷ്യൻ, ദൈവപുത്രനായ യേശു ക്രിസ്തു. അതാണ് ഹെബ്രായ ലേഖനം പറയുന്നത്, അവനെ കുറിച്ച് ചിന്തിക്കുവാൻ. അവൻ ശ്രേഷ്ഠ പുരോഹിതനാണ്. ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. പ്രധാന പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം
ദ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കടന്നു പോകും. യേശുവാകട്ടെ യഥാർത്ഥമായ ഹോളി പ്ലേസ്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു ശ്രേഷ്ഠ പുരോഹിതൻ. എന്തിനാണ് പുരോഹിതൻ എന്ന പദം ഉപയോഗിക്കുന്നത്? പുരോഹിതന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്നവനാണ്. യാഗം അർപ്പിച്ചതിന് ശേഷം യാഗമൃതത്തിന്റെ രക്തവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുകയാണ് പ്രധാന പുരോഹിതൻ ചെയ്യുന്നത്. പ്രവാചകന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ദൈവത്തിന് എന്താണോ മനുഷ്യനോട് സംസാരിക്കാനുള്ളത് അത് സംസാരിക്കും. ശ്രദ്ധിക്കണേ, യേശുവിനെ നമ്മൾ കാണുമ്പോൾ 3 രാജാക്കന്മാർ യേശുവിനെ കാണാൻ വന്നു. സ്വർണം, കുന്തിരിക്കം, മീറ, ഈ കാഴ്ച സമർപ്പിക്കുന്നത് യേശുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന 3 ശുശ്രൂഷകളാണ്. സ്വർണം രാജാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അന്ന് വരെ ഭൂമിയിൽ വന്ന എല്ലാ രാജാക്കന്മാരും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിച്ചവരാണ്. സാവൂളാകട്ടെ, ദാവീദാകട്ടെ, രാജ്യപദവി കിട്ടിക്കഴിയുമ്പോൾ അവർ അഹങ്കാരികളായി മാറും. അതല്ലേ 3 ജ്ഞാനികൾ ചോദിക്കുന്നത്? എവിടെയാണ് രാജാവായി ജനിച്ചവൻ? രാജാവ് ആകാൻ ജനിച്ചവനല്ല, രാജാവായി ജനിച്ചവൻ. യേശു രാജാവാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് നീതി നടത്തി കൊടുക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ഭരണാധികാരിയാണ് രാജാവെങ്കിൽ അത് യേശുവിലൂടെ മാത്രമേ നിറവേറുകയുള്ളൂ. അവനിനി മടങ്ങി വരാൻ പോകുന്നത് യൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. 2, അവൻ പ്രവാചകനായിരുന്നു. യേശു എന്തു പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം അതുപോലെ സംഭവിക്കും. മോശയിലൂടെ നിയമം കൊടുത്തുവെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം സത്യം വെളിപ്പെടുത്തി. അതുപോലെ തന്നെ പുരോഹിതന്മാർ ആണ്ടിലൊരിക്കലാണ് ദ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കടന്നു പോകുന്നത്. അത് തന്റേതല്ലാത്ത രക്തവുമായിട്ടാണെങ്കിൽ യേശു പാപമില്ലാതെ ഭൂമിയിൽ ജീവിച്ച് അവന്റെ ശരീരം നമുക്ക് വേണ്ടി യാഗമാക്കി സ്വന്തം രക്തവുമായിട്ടാണ് കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹെബ്രായ ലേഖനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാറ്റിന്റെയും പൂർത്തീകരണം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കാനാൻ ദേശം വാഗ്ദാനം ചെയ്തുവെങ്കിൽ ആ കാനാൻ ദേശത്തെ ഭൂമി മുഴുവൻ വ്യാപിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിന് ഭരണം കൊടുത്തുകൊണ്ട്. അതാണ് കല്ലറയിൽ നിന്ന് പുറത്തു വന്ന യേശു പറയുന്നത്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരവും അവിടുന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിക്കുന്നത്, സ്വർഗത്തിലെ പോലെ അങ്ങയുടെ രാജ്യം ഭൂമിയിലുമാകണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഭരണം നടത്തുന്ന ഒരു സമയം വരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹെബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്കാണ് വന്നത്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഗൗരവമേറിയ ഒരു കാര്യമാണ് പറയുക, വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശ്വസിച്ചവരായ നാം. ഇത് ജനിച്ചു വീണ ക്രിസ്തീയ മതത്തിലൂടെ കിട്ടുന്ന ഒരു രക്ഷയല്ല, ഇത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. അത് മറന്നു പോകരുതേ. വിശ്വാസം എന്ന് പറയുന്നത് അത് വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. ഇത് വ്യക്തിപരമാണ്. റോമലേഖനം 10:17 പറയുകയാണ്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പാപം എന്ന് പറയുന്നത്? പാപങ്ങളല്ല, പാപം. എന്താണ് പാപം? ഹെബ്രായർ 3:12 നമ്മൾ കാണുകയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചു പോകുന്നതിന്റെ കാരണം. സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവേ. ഒരു മനുഷ്യൻ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ കാരണം മദ്യപാനമോ മയക്കുമരുന്നോ അതൊന്നുമല്ല. വിശ്വാസരാഹിത്യം, വിശ്വാസമില്ലായ്മ മൂലം ഒരു മനുഷ്യന്റെ ഹൃദയം ദുഷിച്ചു പോവുകയാണ്. അങ്ങനെ ദുഷിച്ചു പോകുമ്പോഴാണ് ഓരോ പാപങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. അതിനെ ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ യേശു നമ്മളോട് പറയുകയാണ്, ഒരു മനുഷ്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. എന്താണ് 2 യജമാനന്മാർ? ഒന്നുകിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും രണ്ടാമത്തെ യജമാനനെ അവഗണിക്കുകയും ചെയ്യും. അതെന്താണ് ഈ 2 യജമാനൻ? കൃത്യമായിട്ട് യേശു പറഞ്ഞു, ഭൂമിയിൽ മനുഷ്യൻ ആശ്രയിക്കുന്നത് പണത്തിലാണ്.
എല്ലാറ്റിനും പണം വേണം. പണം പണം. ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് പണം വേണം. റിട്ടയർമെന്റിലേക്ക് വരുന്നവരുടെ ചിന്ത അതേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും വന്നാൽ ആകെയുള്ള ഈ പൈസ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അപ്പൊ പണത്തിലാണ് എൻ്റെ ആശ്രയം കിടക്കുന്നത്. എന്നാൽ എന്റെ ശിഷ്യന്മാരെ യേശു വിടുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ 2 ഉടുപ്പെടുക്കരുത്, പണസഞ്ചി കൊണ്ടുപോകരുത്. തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? എന്തിനെങ്കിലും കുറവ്? ആദിമസഭയിലേക്ക് വരുമ്പോൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 6 മുതൽ 10 വരെ വാക്യങ്ങളിൽ പറയുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഈ ഭൂമിയിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. എന്നാൽ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ നാശത്തിലും അധംപതനത്തിലും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിപതിക്കുന്നു. 10-ാം വാക്യം പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അപ്പൊ ധനമോഹം വരുമ്പോൾ അവന്റെ ദൈവം പണമായി മാറി. അതിലൂടെ എല്ലാ തിന്മകളും അവന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ഓർക്കുക സഹോദരങ്ങളെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മറക്കരുത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് പാപത്തിൽ നിന്ന് മോചിതനാകുന്നത്. അത് വ്യക്തിപരമാണ്. അതാണ് പാപം എന്ന് പറയുന്നത്. പുതിയ ഉടമ്പടിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ വളരെ കൃത്യവും വ്യക്തവുമായി മാർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു മാർക്കോസ് 16:15 പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. കണ്ടോ, എന്താണ് ശിക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം? വിശ്വസിക്കാത്തത്. വിശ്വസിക്കുന്നവരോട് കൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണേ, ഇത് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ളതാണ്. ഞാൻ വിശ്വാസിയാണോ എന്ന് എന്നോട് തന്നെ ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ദൈവം കൊടുക്കുന്ന അടയാളമാണ് വിശ്വസിക്കുന്നവരോട് കൂടെ. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അവർ സുഖം പ്രാപിക്കും. ആറ് കൈവച്ചാൽ? ക്രിസ്തുവിൽ ശരിയായി വിശ്വസിക്കുന്ന ഒരുവൻ. ഇന്ന് ഈ ലോകം മുഴുവൻ എന്തു ചെയ്യണമെന്നറിയാതെ വൈദ്യശാസ്ത്രത്തിന്റെ പുതിയ പുതിയ ടെക്നോളജികൾ അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ ശരിയായി എന്നിൽ വിശ്വസിക്കുകയാണോ? നീ രോഗിയുടെ മേൽ കൈവച്ചാൽ ആ രോഗി സുഖം പ്രാപിക്കും. ഇതെല്ലാം വിശ്വാസിക്ക് കർത്താവ് തന്നിരിക്കുന്ന അടയാളമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ അത് വീണ്ടും ഒന്ന് ഉറപ്പിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. ശിക്ഷ ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒരേ ഒരു വഴിയേയുള്ളൂ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ശരിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ആദ്യം വരുന്നത് മാനസാന്തരമല്ല, ആദ്യം വരുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് വളരെ ആവശ്യമായത് കൊണ്ട് പറയുകയാണ്. എഫെസ്യോസ് ലേഖനം 1:13-14 വാക്യത്തിൽ കാണാം, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഒരു മനുഷ്യനിലേക്ക് വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ വചനം കൃത്യമായി പറയുന്നു. രക്ഷയുടെ സദ്വാർത്ത സുവിശേഷം കേട്ട് ആര് വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം മുദ്ര ചെയ്യുന്നു. പിന്നെ അവനിൽ തിന്മയ്ക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്. അതിന്റെ പേരാണ് മാനസാന്തരം. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വീണ്ടും ജനനം. അവന്റെ ലൈഫിൽ ഒരു യു ടേൺ എടുക്കുകയാണ്. ഇനി അവന്റെ ആശ്രയം പണമല്ല, ഇനി അവന്റെ ആശ്രയം എന്റെ കർത്താവായ യേശു എനിക്ക് ആവശ്യമായതെല്ലാം തരും. അവൻ എന്തു പറയുന്നുവോ
അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. സക്കേവൂസിന്റെ ഭവനത്തിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അവനിൽ വലിയൊരു മാറ്റം ഉണ്ടായത് അവൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു, തട്ടിച്ചെടുത്തവർക്കെല്ലാം 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. യേശു പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സമരിയക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇനി അവൾക്ക് വെള്ളം വേണ്ട, കുടവും വേണ്ട. പട്ടണത്തിലേക്ക് ഓടി അനേകരെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷകയായി മാറി. വിശ്വസിക്കുന്നവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ആ വ്യക്തിയുടെ ഉള്ളിൽ പാപബോധം കൊടുക്കുകയാണ്. പുറത്തല്ല, ഉള്ളിലാണ് പാപബോധം. നമ്മളിപ്പോ പലപ്പോഴും മക്കളെയൊക്കെ അത് പാപമാണ്, ഇത് പാപമാണ് എന്നൊക്കെ പറയും തോറും അവർ കൂടുതൽ നമ്മളിൽ നിന്ന് ഓടി അകലുകയാണ്. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളത് ഒന്നേയുള്ളൂ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക. കൊർന്നേലിയോസ് എന്ന ശതാധിപന്റെ വീട്ടിൽ വിജാതീയനാണ്. ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ പത്രോസ് പ്രസംഗിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഇതാ ദൈവം ഒരു ദിവസം നിയോഗിച്ചിരിക്കുന്നു സകല മനുഷ്യരെയും വിധിക്കുവാൻ. അതിനുള്ള വിധികർത്താവായി കല്ലറയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് അവനാണ് വിധികർത്താവെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് കണ്ടോ. പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരിലാണ് വ്യാപരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനെ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പാപം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന മുദ്രയാണ്. അത് നമ്മൾ മറന്നു പോകരുതേ. ആദിമസഭയിലെല്ലാം അത് കൃത്യമായി പഠിപ്പിച്ചിരുന്നു. ഇതാണ് എഫേസ്യസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. 1 പത്രോസ് 1 പറയുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് അനശ്വര ബീജമാകുന്ന ദൈവവചനത്തിൽ നിന്നാണ്. വീണ്ടും ജനനം വചന ശ്രവണത്തിലൂടെ. തീത്തോസിന്റെ ലേഖനം 3:6 പറയുന്നു, ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയിൽ വർഷിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ ദൈവത്തിന് സാധിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത്? ഇതെല്ലാം കൃത്യമായ ആദിമസഭയിൽ പഠിപ്പിച്ചിരുന്നു. ഇന്നാണ് നമ്മൾ മനുഷ്യന്റെ മനസ്സിലുദിക്കുന്ന പല തോന്നലുകളും ആചാരാനുഷ്ഠാനങ്ങളും മാത്രം കേട്ട് കടന്നു പോകുന്നത്. എഫേസ്യസ് ലേഖനം 3:17 പറയുകയാണ്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും. കണ്ടോ, അപ്പൊ എങ്ങനെയാണ് ക്രിസ്തു ഒരുവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്? അത് വിശ്വാസം വഴി. വിശ്വാസം കേൾവിയിൽ നിന്നാണ്. ഇത് വന്നു കഴിഞ്ഞാലോ, എഫേസ്യസ് 3:17 ഞാൻ വായിക്കുക, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ മുഴുവൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയായിരുന്നു. ക്രിസ്തു വിശ്വാസം വഴി ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വസിക്കണം, സ്നേഹത്തിൽ വേരുപാകി അവർ അടിയുറയ്ക്കണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ചില ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയേ ആയിരുന്നില്ല. 18 വാക്യം പറയുന്നു, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. വിശുദ്ധരോടൊപ്പം പങ്കുകാരാകാനുള്ള വിളിയാണ്. കൊളോസോസ് ലേഖനം 1:13 പറയുകയാണ്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് വിശ്വസിക്കുന്നവർക്ക് പ്രവേശനം കൊടുക്കുകയാണ്. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു 15 വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനുമാണ്. അദൃശ്യനായ
ദൈവത്തിന്റെ പ്രതിരൂപം. ശ്രദ്ധിക്കണേ, എല്ലാ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ്. സഭ ശരീരമാണ്. ശരീരത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അത് തലയിൽ നിന്നാണ് പുറപ്പെടേണ്ടത്. അവൻ ശിരസായി നിലകൊള്ളുകയാണ്. അവൻ മരിച്ചു പോയവനല്ല, അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ എല്ലാറ്റിന്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനമായി മാറിയിരിക്കുന്നു. എല്ലാത്തിനും നമുക്കൊരു മാതൃക തന്ന് കടന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് യേശു ക്രിസ്തുവിനെ മാത്രമാണ്. അവനിലൂടെയുള്ള ദൈവത്തിന്റെ പദ്ധതി, അതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മറ്റുള്ളവരോട് പറയുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് കർത്താവ് നമ്മുടെ മേൽ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ മറക്കരുതേ. ഇത് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ഇതെല്ലാം സ്വാഭാവികമാണ്. ദൈവത്തിന് വേണ്ടി ആരെല്ലാം എന്നെല്ലാം നിലകൊണ്ടിട്ടുണ്ടോ അവർക്കെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, മോസസ്, ആരിൽ നിന്നാണ് അവർ പ്രശ്നം നേരിട്ടത്? സ്വന്തം ജനത്തിൽ നിന്ന്. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്ത് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് യുദ്ധം ചെയ്യാതെ ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ചെങ്കടലിലെ വെള്ളത്തെ രണ്ടായി മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അത്ഭുതം കാണിച്ചു കൊടുത്തു. എന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോശയ്ക്കെതിരെ തിരിയുകയാണ്. എന്തിനാണ് നീ ഞങ്ങൾ എവിടേക്ക് കൊണ്ടുവന്നത്? ദൈവദൂതന്മാരുടെ അപ്പം കൊടുത്തു. ജ്ഞാനത്തിന്റെ പുസ്തകം പഠിച്ചാൽ കാണാൻ സാധിക്കും, കഴിക്കുന്നവന്റെ രുചിക്കൊത്ത് രൂപാന്തരപ്പെടുന്ന എന്ത് രുചിയാണോ അവൻ ആഗ്രഹിക്കുന്നത്, ആ രുചിയിലേക്ക് രൂപാന്തരപ്പെടുന്ന അപ്പമായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത്. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അവർ മോശയ്ക്കും ദൈവത്തിനും എതിരെ പുറപുറക്കാൻ തുടങ്ങി. ഒരു അത്ഭുതം കണ്ട് അടുത്ത അത്ഭുതം കാണുന്നില്ലെങ്കിൽ അവർ പുറപുറക്കും. നമ്മളും ആ വഴിയിലൂടെ തന്നെയാണോ സഞ്ചരിക്കുന്നത്? പരിശോധിച്ചു നോക്കണേ. ഈ വിശ്വാസമില്ലായ്മയാണ് ഏറ്റവും വലിയ അപകടം. യേശു മടങ്ങി വരുന്നത് ഇനി കുഞ്ഞാടായിട്ടല്ല, അത് മറക്കരുത്. യേശു മടങ്ങി വരുന്നത് യൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. എന്താണ് സിംഹം എന്ന് പറയുമ്പോൾ? കാട്ടിലെ സിംഹം മറ്റു മൃഗങ്ങളെ ഒന്നും ഭയപ്പെടുന്നില്ല. സിംഹം ഗർജിച്ചാൽ മറ്റു മൃഗങ്ങളെല്ലാം ഓടി ഒളിക്കും. സിംഹത്തിന്റെ വലിപ്പം മൂലമാണോ? അല്ല. ആന സിംഹത്തിന്റെ മുമ്പിൽ നിന്നാൽ സിംഹത്തെക്കാൾ എത്രയോ വലുതാണ് ആന. പക്ഷേ ആന ഭയന്നു പോകും. സിംഹം ഭയപ്പെടുന്നില്ല, ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ഏറ്റവും വേഗതയിൽ ഓടുന്ന മൃഗമാണോ സിംഹം? അല്ല. പിന്നെ എങ്ങനെയാണ് സിംഹം രാജാവായി നിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ ശക്തി സിംഹത്തിനാണോ? അല്ല. പിന്നെന്താണ് സിംഹം രാജാവായി നിലകൊള്ളുന്നത്? സഹോദരങ്ങളെ, സിംഹം ഒന്നിനെയും ഭയപ്പെടില്ല. ഒന്നിനെയും. ആര് മുമ്പിൽ വന്നാലും സിംഹം അതിനെ കാണുന്നത് ഇത് എന്റെ ഭക്ഷണമാണ്. ഭയപ്പെടാതെ, കൂസലില്ലാതെ മുമ്പിൽ നിൽക്കുന്ന ഇരയുടെ വലിപ്പത്തിലേക്ക് നോക്കാതെ ആ ഇരയെ എങ്ങനെ കീഴ്പ്പെടുത്താം, അതിലേക്ക് മാത്രമാണ് സിംഹത്തിന്റെ മനസ്സ്. അതിനെ കീഴടക്കുക. ഇത് നമുക്ക് എന്തിനാ കാണിച്ചു തരുന്നതെന്നറിയാവോ? ഈ സിംഹത്തെ പോലും കീഴടക്കാനുള്ള ശക്തി ദൈവം മനുഷ്യന് തരികയാണ്. പഴയ നിയമത്തിൽ സാംസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാംസൺ ദൈവത്തിന്റെ പ്രത്യേക നിയോഗപ്രകാരമാണ് ജനിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, മാതാപിതാക്കളോടൊപ്പം നടക്കുമ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു യുവസിംഹം, യങ് ലയൺ, നേരെ വന്നു. സാംസൺ യങ് ലയൺ എന്ന് പറയുമ്പോൾ വയസ്സായതല്ല, കുഞ്ഞല്ല, അതിന്റെ പൂർണ്ണ ശക്തിയുള്ള ഒരു സിംഹം.
രണ്ട് കാലിൽ പിടിച്ചത് ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. ദൈവം മനുഷ്യന് കൊടുക്കുന്ന ശക്തി കണ്ടോ? സിംഹത്തെക്കാൾ ശക്തനായി നിലകൊള്ളേണ്ടവനാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും. ആദ്യത്തെ രാജാവ് ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. ഓർമ്മിക്കണേ, എന്താണ് തള്ളിക്കളയാനുള്ള കാരണം? ആദ്യത്തെ തെറ്റ്, ബലിയർപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവൻ ബലിയർപ്പിച്ചു. സാമൂൽ ചെന്ന് തെറ്റ് ബോധ്യപ്പെടുത്തി. പക്ഷെ അവൻ ന്യായീകരിക്കത്തേയുള്ളൂ, അവൻ തെറ്റ് സമ്മതിക്കില്ല. രണ്ടാമതൊരവസരവും കൂടെ കൊടുത്തു. ഒരു രാജ്യം നശിപ്പിക്കുമ്പോൾ ഒന്നും എടുക്കരുത്. അവിടുത്തെ കൊഴുത്ത മൃഗങ്ങളെ കൊണ്ടുവന്നു. അവൻ വിചാരിച്ചു, കൊഴുത്ത മൃഗങ്ങളെ ദൈവത്തിന് ബലിയർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കും. വീണ്ടും സാമുവൽ വന്നു പറഞ്ഞു, നീ എന്നാ ഈ കാണിച്ചത്? അരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? വീണ്ടും ന്യായീകരണമാണ്. എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ മൃഗങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ്. സാവുളിന് തള്ളിക്കളഞ്ഞത് തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രമല്ല, മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരപ്പെടാത്തതാണ് ഒരു മനുഷ്യന് യേശുവിലേക്ക് തിരിച്ചു വരാൻ തടസ്സം. മറക്കരുത്. വീണ്ടും ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ കാട്ടിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്നവനാണ്. മാതാപിതാക്കൾ ഒന്നുമല്ല എന്ന് കരുതി തള്ളിക്കളഞ്ഞവനാണ്. ഒരിക്കൽ ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരു രാക്ഷസൻ ഇസ്രായേൽ സമൂഹത്തെ വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ ബാലനായ ദാവീദ് അപ്പന്റെ വാക്ക് കേട്ട് സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി വന്നതാണ്. ദൈവജനത്തെ വെല്ലുവിളിക്കുന്ന കണ്ടിട്ട് അവന് സഹിക്കുന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ ഇവനോട് മല്ലിടാം. ആദ്യമായി ഒരുത്തന്റെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കാണ്. അവനെ പിടിച്ച് രാജാവിന് മുമ്പിൽ കൊണ്ടുചെന്നു. രാജാവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ജോലി എന്താ? ഞാൻ ആടുകളെ മേയ്ക്കുന്നവൻ. ഒരു സഞ്ചിയിൽ ചില കല്ലുകളും ഒരു കവണയും മാത്രമേ അവന്റെ കയ്യിലുള്ളൂ. നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഈ രാക്ഷസനെ പോലെ മല്ലനായ യോദ്ധാവാണ് ഗോലിയാത്ത്. ഒരു സത്യം അവനോട് വെളിപ്പെടുത്തുകയാണ്. 1 സാമുവേൽ പ്രവാചക പുസ്തകം 17:36. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടുകളെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിചിതനായി ഈ ഫിലിസ്തീനെ അവയിൽ ഒന്നിനെ പോലെയാക്കും. സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ്, ശ്രദ്ധിക്കണേ, അവന്റെ വിശ്വാസം എടുത്തു കാണിക്കുകയാണ്. എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ആടുകളിലെ ഒന്നിനെ സിംഹമോ കരടിയോ പിടിച്ചാൽ എന്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അവയോട് പൊരുതും. അവനിപ്പോൾ വെളിപ്പെടുത്തുകയാണ്, എന്നെ രക്ഷിച്ച കർത്താവ് സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്റെ ജോലിയിൽ എനിക്കുണ്ടായിരുന്ന ഉത്തരവാദിത്വം, ആത്മാർത്ഥത, വിശ്വസ്തത, സത്യസന്ധത. സഹോദരങ്ങൾ, ഇത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഏത് ജോലിയിലായിരിക്കുന്നവോ വിശ്വസ്തനായിരിക്കുക, സത്യസന്ധനായിരിക്കുക, ആത്മാർത്ഥതയുള്ളവനായിരിക്കുക. കൂലി കുറവോ കൂടുതലോ അത് വിട്ടുകളയുക. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. മറക്കരുതേ, അത് ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. അതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. എന്നിട്ട് അവൻ പറയുകയാണ്, ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് എന്നെ കർത്താവ് രക്ഷിക്കും. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, പോവുക, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ ബാലനായിരുന്നിട്ട് പോലും ഭയപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ ആടിനെ സിംഹം പിടിച്ചു കൊണ്ടുപോയാൽ, മറ്റു മൃഗങ്ങളെ ഭയപ്പെടുത്തി രാജാവായി നിൽക്കുന്ന കാട്ടിലെ സിംഹത്തിന്റെ മുമ്പിൽ ഈ ബാലൻ അവനേക്കാൾ വലിയവനായി നിന്നു. 2 സാമുവേൽ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം, അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും. 2 സാമുവേൽ 22:30 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ട വലിയ പ്രതിബന്ധങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ, അത് പലതുമായിരിക്കാം. അത് എന്തുമായിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, നിന്റെ കഴിവിലൂടെയല്ല, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞാൻ ചാടിക്കടക്കും. ഈ ഒരു വിശ്വാസമാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, പുതിയ ഉടമ്പടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എത്ര നല്ല മാതാപിതാക്കളായിരുന്നാലും അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മാംസകഷ്ണം മാത്രമേ ആകുന്നുള്ളൂ. 2 മാംസങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഒരു മാംസക്കുഞ്ഞ് ജനിച്ചു വീഴുന്നു, അത്രയേ ആകുന്നുള്ളൂ. ഇനി വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്
ദൈവവചന ശ്രവണത്തിലൂടെ വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ്. വിശ്വാസം പരമപ്രധാനമായ ഒരു ഘടകമാണ്. ഇത് പലപ്പോഴും നമ്മളെ ലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നാണ് കർത്താവ് വിളിക്കുന്നത്, മറക്കരുത്. അത് അങ്ങനെയാണ് ദൈവത്തിന്റെ ക്രമീകരണം. പള്ളിയിൽ വരുമ്പോഴല്ല നമ്മളെ പരിശോധിക്കുന്നത്. ഈ ലോകവുമായി ബന്ധപ്പെട്ട് നീ എന്തൊക്കെ ജോലികൾ ചെയ്ത് കടന്നു പോകുന്നുവോ അവിടെയാണ് ദൈവം നിന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മറക്കരുത്. അവിടെ നീ എങ്ങനെ നേരിടുന്നു, അതാണ് ദൈവത്തിന് നോക്കാനുള്ളത്. പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഞാൻ ബോംബെയിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പ്യൂട്ടർ സംബന്ധമായ ജോലിയിൽ ഏർപ്പെട്ടു. പിന്നെ കനറ ബാങ്കിന്റെ കാൻ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ അവർ ആരംഭിച്ചു. ഫിനാൻസ് സർവീസും ഷെയർ മാർക്കറ്റുമായി കണക്റ്റഡ് ആയിരുന്നു. അവർ കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങും ഒക്കെ ആരംഭിച്ചപ്പോൾ അതിന്റെ ഒരു കോൺട്രാക്ട് എനിക്ക് കിട്ടി. ആ സമയത്ത് ഒരു ആന്ധ്രക്കാരൻ അവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലിക്ക് വന്നപ്പോൾ ഞാൻ മാത്രമേ കാൻ ബാങ്കിന്റെ ഈ വർക്കുകൾ ചെയ്യുന്ന കോൺട്രാക്ടർ ആയിട്ടുള്ളൂ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഞങ്ങൾ ഒരേ പ്രായക്കാരായിരുന്നു. ബാങ്കിൻ്റെതായതുകൊണ്ട് ഒത്തിരി ബിസിനസ്സുകൾ വർദ്ധിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, ജോയ് നീ കുറെ വർഷമായി ബോംബെ വന്നിട്ട് പോവുക, ബാങ്കിന് ഒരു പുതിയ സ്ഥലം നോക്കാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ബോംബെയിൽ മാഹിം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നിനക്ക് ആരെങ്കിലുമൊക്കെ പരിചയമുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? അപ്പൊ ഞാൻ പരിചയമുള്ളവരോടൊക്കെ പറഞ്ഞു. അവർ പോയി പല സ്ഥലങ്ങളും നോക്കി. പിന്നെ എന്തുണ്ടായെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. 3-4 മാസത്തോളം കഴിഞ്ഞു. ഒരു ദിവസം ഒരു ബ്രോക്കർ, എനിക്ക് പരിചയമുള്ള ഒരു ബ്രോക്കർ, അദ്ദേഹം തന്നെ ഈ ബാങ്കിന് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഈ ബ്രോക്കർ എന്നെ വന്ന് എന്റെ മുഖത്ത് നോക്കി ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ എത്ര കാശാണ് ബാങ്കിൽ നിന്ന് ബ്രോക്കറേജ് മേടിച്ചത്? ബാങ്കിൽ നിന്ന് ബ്രോക്കറേജ്? നീ എന്താ ഈ പറയണേ? അപ്പൊ അവൻ പറഞ്ഞു, 99 വർഷത്തേക്ക് ഇന്ന സ്ഥലം ബാങ്ക് ലീസിനെടുത്തു, അതിന്റെ എല്ലാ എഗ്രിമെന്റും ചെയ്തു കഴിഞ്ഞു. ഞാനാണ് ആ സ്ഥലം നിന്റെ വാക്ക് കേട്ട് കാണിച്ചു കൊടുത്തത്. എന്നെ അവർ പറ്റിച്ചു. 10 പൈസ എനിക്ക് തന്നിട്ടില്ല. ഞാൻ ആന്ധ്രക്കാരന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എല്ലാം ജോയോട് പറഞ്ഞു. ജോയല്ലേ നിങ്ങളെ കണക്ട് ചെയ്ത് അവനോട് സംസാരിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, നീയാണ് ഇതിന്റെ എല്ലാ ബ്രോക്കറേജും മേടിച്ചത്. ഞാൻ കുറെ പറഞ്ഞു, 10 പൈസ മേടിച്ച് എനിക്ക് അറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബോംബെയിലേക്ക് ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പട്ടി ചത്ത് കിടക്കുന്ന പോലെയുള്ളൂ മനുഷ്യന്റെ. ഗുണ്ടകളെയൊക്കെ കൊണ്ട് എന്റെ ഓഫീസിൽ വന്നു, എന്റെ ക്യാബിനിൽ കയറി. എന്നിട്ട് അവരുടെ മാരകായുധങ്ങളൊക്കെ എന്നെ കാണിച്ചു. ഓഫീസിലുള്ള വർക്ക് ചെയ്യുന്നവരോട് പറഞ്ഞു, ഒരാളും കൊണ്ട് കിടക്കരുത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എത്ര രൂപയാണ് മേടിച്ചത്? ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ 10 പൈസ മേടിച്ചിട്ടില്ല. ഒരാള് നല്ല കാണാൻ ഒരു മുതലാളിയെ പോലെ തോന്നിക്കുന്ന സ്വർണ്ണച്ചെയ്യനും മുതലൊക്കെ ഇട്ട ഒരാള് ഒന്നും മിണ്ടാതിരിക്കുന്നത്. ബാക്കിയുള്ളവരാണ് വെല്ലുവിളിക്കുന്നത്. പിന്നെ ഇവര് ആയുധങ്ങളൊക്കെ എടുത്ത് ഞാൻ പേടിച്ചു എന്നുള്ള രീതിയിലൂടെ എന്നെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തപ്പോ ഞാൻ പെട്ടെന്ന് അറിയാതെ കരഞ്ഞു. കാരണം 1 രൂപ ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ കരയുന്ന കണ്ട വഴിക്ക് മുതലാളിയെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ കൈ കാണിച്ചു അവരോട് സ്റ്റോപ്പ്, അവരോടൊക്കെ പുറത്തേക്ക് പോവാം. എന്നോട് ചോദിച്ചു, സത്യമായിട്ട് നീ മേടിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ല, 1 രൂപ ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് അറിയില്ലായിരുന്നു ബാങ്ക് ഈ സ്ഥലം എടുക്കുന്നത് പോലും. അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ എന്റെ സുഹൃത്തല്ല, അത് സുഹൃത്താണ്, പക്ഷെ എന്നോട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞു, ഇന്നത്തെ ഞങ്ങളുടെ സംവിധാനത്തിന് 25,000 രൂപ ചെലവുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഒരു 91 92 ആയിരിക്കും. അന്ന് 25,000 നല്ല വിലയുള്ള കാലമാണ്. ഇന്ന് നിന്നെ വകവരുത്താനാണ് ഞങ്ങൾ ആളുകളെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ വിടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, 25,000 രൂപ തരികണം. വേറെ ഒരു വഴിയുമില്ല. ഞാൻ പെട്ടെന്ന് എന്റെ അക്കൗണ്ട്സിലുള്ളവരെ വിളിച്ചു. അപ്പോൾ പൈസ ബാങ്കിൽ കുറച്ചുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, ആ പൈസ എടുത്ത് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒരു സംശയിക്കാനുള്ള കാരണം, ആ സമയത്ത് ഞാൻ അന്തേരിയിൽ ഒരു ഓഫീസർ അതിന്റെ ഫർണിഷിംഗ് നടക്കുകയാണ്. അവർ പൂർണ്ണമായി വിശ്വസിച്ച് ഈ കമ്മീഷൻ അടിച്ചിട്ടാണ് ഞാൻ പുതിയ ഓഫീസ് ഉണ്ടാക്കുന്നത്. ആ പൈസ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഒരു വാക്ക് കൂടെ പറഞ്ഞു, എന്താണെങ്കിലും ഞങ്ങൾ ഇന്നൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് ആ വൈസ് പ്രസിഡന്റ് കൈയും കാലും തല്ലുപിടിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം. അപ്പൊ ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, എനിക്ക് ആദ്യം ഒന്നും മിണ്ടാതിരിക്കാനാണ് തോന്നിയത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് കാശ് കിട്ടിയില്ലേ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. സഹോദരങ്ങളെ, അന്ന് ഞാൻ വചനം എന്ന് പറഞ്ഞ മനുഷ്യനല്ല, പക്ഷേ അത് ആ വൈസ് പ്രസിഡന്റിൽ വലിയ മാറ്റം ഉണ്ടാക്കി. അവൻ ഓടി വന്ന് എന്നോട് കുറെ ക്ഷമാപണം നടത്തി. ജോയ്, ബ്രോക്കറേജ് കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവരെന്നെ ഉപദ്രവിക്കുമെന്ന് തോന്നിയപ്പോഴും ഞാൻ നിന്റെ പേരിലേക്ക് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞത്. എല്ലാ നോട്ടും പുട്ടപ്പ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കുറെ ചീത്തയൊക്കെ വിളിച്ചു, നീ എന്ത് പണിയായി കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ നേരിട്ട് എനിക്ക് വേണ്ടി വലിയ വലിയ ബാങ്കുകളിൽ അവന്റെ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നുണ്ട്. അവരോട് പോയി പറഞ്ഞ് എനിക്ക് വർക്ക് പിടിച്ചു തരികയാണ് അവൻ. എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, എന്നാൽ അവന്റെ സുഹൃത്തുക്കൾ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ
കോൺട്രാക്റ്റുകൾ. എനിക്കതിനുള്ള പ്രൊഫൈല് പോലും ഇല്ല. ഇവൻ പോയി പറഞ്ഞ് അവനോട് പറയാണ്, നീ ആകെ പോയി മോഹന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. അത്ഭുതപ്പെടുന്ന രീതിയിലേക്ക് എന്റെ ബിസിനസിനെ ദൈവം മാറ്റുകയായിരുന്നു. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് സഹോദരങ്ങളെ, നമ്മൾ സത്യസന്ധരായി മുന്നേറുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത വഴിയിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. ദൈവത്തിന് ആകെ ആവശ്യമായിരിക്കുന്നത്, ദൈവം സത്യം മാത്രം പറയുന്നവനാണെങ്കിൽ നമ്മളും അതുപോലെ ആയിരിക്കണം. ദാനിയേൽ പ്രവാചക പുസ്തകം 6-ാമത്തെ അധ്യായം നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ദാനിയേൽ രാജാവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ദാനിയേലാണ്. ആ ദാനിയേലിന് ഒറ്റ ചിന്തയുള്ളൂ, എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യരുത്. അതിന്റെ 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. ദാനിയേലിനെ രാജാവ് ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ കാരണം എഴുതിയിരിക്കുകയാണ്, അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട്. ശ്രദ്ധിക്കണേ, ഒരുവൻ വലിയവനാകുന്നത് ദൈവിക ചൈതന്യം നിറയുമ്പോഴാണ്. ജോസഫിനെ നമ്മൾ കാണുന്നില്ലേ, ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ രാജാവ് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റാരെയാണ് നമുക്ക് ഈജിപ്തിൽ ലഭിക്കുന്നത്? അവനെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിച്ചതുപോലെ ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെക്കാൾ, പ്രധാന ദേശാധിപന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. തന്റെ രാജ്യം മുഴുവന്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. കണ്ടോ, രാജാവ് എന്തുകൊണ്ട് ആലോചിച്ചു? അത് മനസ്സിലാക്കാൻ ബൈബിളിലേക്ക് വരണം. ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നു. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന്റെ മേൽ രാജദ്രോഹം കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. കണ്ടോ, നമ്മൾ ഏത് ജോലിയിലായിരിക്കുമ്പോഴും ആരെല്ലാം പരിശോധിച്ചാലും നമ്മളിൽ കുറ്റമറ്റ ജീവിതമായിരിക്കണം. ജോലിയിൽ അല്പം പോലും അശ്രദ്ധയുണ്ടാകരുത്. എന്നിട്ട് പറയണം, അവൻ വിശ്വസ്തനായിരുന്നു, ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേലിൽ അവന്റെ ദൈവത്തിന്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റു പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. കണ്ടോ, അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറയുകയാണ്. ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, പുതിയ ഉടമ്പടിയിലേക്ക് വന്നിരിക്കുന്ന കരിസ്മാറ്റിക് എന്ന വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ എന്തൊക്കെ പേര് വിളിച്ചാലും ഇത് ചില ഭക്തികൃത്യങ്ങൾക്ക് മാത്രമുള്ള ഒരു കൂട്ടമായി തെറ്റിദ്ധരിച്ചു പോകരുത്. ജീവിതം കൊണ്ട് നമുക്കൊരു സാക്ഷിയാകാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ദാനിയേലിനെ ദൈവം വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് 10-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഏറ്റവും പ്രിയങ്കരനായ രാജാവിനും രാജാവിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ദാനിയേലിൽ ഒരു കുറ്റവും കാണാൻ കഴിയുന്നില്ല. അതുപോലെ ദൈവത്തിന് അവൻ പ്രിയങ്കരനായിരുന്നു. യേശുവിനെ കുറിച്ച് അത് തന്നെയല്ലേ പറയുന്നത്? ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ കുറ്റമറ്റവനായി. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയായി മാറണം. അങ്ങനെയുള്ള ദാനിയേലിനെ ഒരു കെണിയിൽപ്പെടുത്തുന്നത് 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വസ്തുവിനെ ഉണ്ടാക്കി ആരാധിക്കാൻ പറയുമ്പോൾ ദാനിയേൽ പറഞ്ഞു, അത് ദൈവമൊന്നുമല്ല. അവരാണെന്ന് പറഞ്ഞ് ഒരു മുറിയിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചു. പിറ്റേ ദിവസം അത് മുഴുവൻ ഭക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വാതിലുകളും വഴികളൊക്കെ അടച്ചിട്ടു. രാജാവ് ഒന്ന് നോക്കി. ദാനിയേൽ 14-18 കാണുകയാണ്, വാതിൽ തുറന്ന ഉടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്യുച്ചത്തിൽ അട്ടഹസിച്ചു, ബേൽ, നീ വലിയവൻ തന്നെ, നിന്നിൽ വഞ്ചന അവശേഷിക്കുന്നില്ല. കാരണം ഭക്ഷണ സാധനങ്ങളൊന്നും കാണുന്നില്ല. ഈ രാജാവ് ഈ ബേലിനെ ദൈവം എന്ന് വിളിക്കുമ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്ത് കടക്കുന്നതിൽ തടഞ്ഞു. ചിരി, ഒരു ഭയം പോലും ഇല്ല. അവൻ പറഞ്ഞു, തറയിലേക്ക് നോക്കൂ രാജാവേ, ഈ കാൽപ്പാടുകൾ എവിടുന്നാണ്, ഒന്ന് നോക്കുക. അപ്പൊ രാജാവ് നോക്കി, ഇത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകളാണല്ലോ. അപ്പൊ ഇതിലേക്ക് വരാൻ ഏതോ വഴിയുണ്ട്. കണ്ടോ, ഇത് എന്തുകൊണ്ടാണ് ദാനിയേലിന് സാധിച്ചത്? അവന് വ്യക്തമായി അറിയാം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈ ബോധ്യമില്ലാത്തതാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിലാണ്, ലോകം മുഴുവൻ പരിശോധിച്ചാൽ ഇത്രമാത്രം വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലം. എന്നാൽ കേരളത്തിലെ ലക്ഷങ്ങൾ ഒഴുകുന്ന സ്ഥലം എവിടെയാണ്? ശബരിമലയല്ലേ? വേറെ ഏതെങ്കിലും ആണോ? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനിൽ
പൂർണ്ണമായി വിശ്വസിച്ച് അവന്റെ വാക്ക് അനുസരിക്കുന്ന ഒരു കൂട്ടമില്ല. അതാണ് ദൈവത്തിന് ആവശ്യമായിരിക്കും സഹോദരങ്ങളെ. അവസാനം അവർക്കൊരു കാര്യമേ തീരുമാനിക്കാനുള്ളൂ: ദാനിയേലിനെ കൊന്നുകളയണം, അല്ലാതെ പറ്റത്തില്ല. അവരെല്ലാവരും ഒറ്റക്കെട്ടായ രാജാവിനെ നിർബന്ധിച്ചു, ഇവനെ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്തു ചെയ്യണം? സിംഹത്തിന്റെ കുഴിയിലേക്ക് അവനെ വലിച്ചെറിയണം. 30-ാമത്തെ വാക്യം പറയുകയാണ്, രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയേലിനെ വിട്ടുകൊടുത്തു. അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു. ശ്രദ്ധിക്കണേ, 6 ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി. 6 ദിവസം 7 സിംഹങ്ങൾ ആ കുഴിയിൽ ഉണ്ടായിരുന്നു. അവയുടെ ഭക്ഷണം പറയുകയാണ്, 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും ഇവയ്ക്ക് കൊടുക്കാറുണ്ട് ഓരോ ദിവസവും. എന്നാൽ ദാനിയേലിനെ കടിച്ചു കീറി കൊല്ലുന്നതിന് വേണ്ടി ഇവയ്ക്ക് ഈ ദിവസങ്ങൾ ഭക്ഷണം ഒന്നും കൊടുത്തില്ല. 1000 ദിവസം കഴിഞ്ഞു, സിംഹങ്ങളുമാണ് ചുറ്റും, പക്ഷെ ദാനിയേലിനെ തൊടുന്നില്ല. 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, സഹോദരങ്ങളെ, പട്ടിണി കൊണ്ട് വിശന്നു പൊരിയുന്ന ഈ സിംഹങ്ങൾ ദാനിയേലിനെ നോക്കി നിൽക്കുകയല്ലാതെ തൊടാൻ പറ്റുന്നില്ല. 6-ാം ദിവസം അവന് വിശന്ന് കാണണം. ഉടനെ നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നത്, ഹബക്കൂക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു, ബാബിലോണിലല്ല. അവൻ കറിയും പൊടിച്ചപ്പവും ഒരു പാത്രത്തിലാക്കി അവന്റെ കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയാണ്. ഉടനെ കർത്താവിന്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭു, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സിംഹക്കുഴി എവിടെയാണെന്ന് ഞാൻ അറിയുന്നത്? ഇതൊന്നും ദൂതൻ അറിയേണ്ട. അറിയൂ റെഡി? ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി നീ നിലകൊള്ളാൻ തയ്യാറാണോ? ആരെല്ലാം നിന്നെ എവിടേക്ക് വലിച്ചെറിഞ്ഞാലും, എവിടെ അടച്ചുപൂട്ടിയാലും, നിനക്ക് ആവശ്യമുള്ളത് ജീവിക്കുന്ന ദൈവത്തിന് തരാൻ സാധിക്കും. കർത്താവിന്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിലെത്തിച്ചു. അത് ഇന്നും ദൈവത്തിന് സാധിക്കും. ഇതിന് ദൈവത്തിന് മറ്റാരുടെയും സഹായം പോലും ആവശ്യമില്ല. എന്തിനാണ് ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തത്? വിശ്വാസിയെ സഹായിക്കുന്നത് അവിശ്വാസികളല്ല. ആദിമസഭ പഠിച്ചാൽ കാണാൻ സാധിക്കും, പൗലോസ് വിശുദ്ധർക്ക് വേണ്ടി ധനം ശേഖരിക്കുമ്പോൾ അവിശ്വാസികളിൽ നിന്ന് സ്വീകരിക്കത്തേയില്ല. ദൈവവിശ്വാസികളുടെ ഒരു കൂട്ടായ്മ. ആദിമസഭ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ആ രാജ്യത്ത് തന്നെ ഒരു വിശ്വാസി ഇല്ലെങ്കിൽ മറ്റ് രാജ്യത്ത് നിന്ന് കൊണ്ടുവരും. അത് ഇന്നും ദൈവത്തിന് സാധിക്കുമെന്ന് കാണിച്ചു തരികയാണ്. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചതെന്ന് ഭക്ഷണം കഴിച്ചാലും ഞാൻ എത്തിച്ചതല്ല, ഞാൻ കൊണ്ടുവന്നതല്ല, അവന്റെ വേലക്കാർക്ക് കൊണ്ടുപോയതാ. അവൻ പറയാണ്, ദൈവം നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു. ദാനിയേലിന്റെ വാക്കുകൾ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. കണ്ടോ? അത് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്. റോമാലേഖനം പറയുന്നില്ലേ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി മാറ്റും. സകലതും. എത്ര വലിയ പ്രശ്നമാകട്ടെ, അത് നന്മയാക്കി മാറ്റണമെങ്കിൽ നീ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുക. അതാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും. ദാനിയേല് ആ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. വിശന്ന് എന്ത് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന 7 സിംഹങ്ങൾ ചുറ്റുമുണ്ട്. അവർ വിശന്ന് പൊരിയുകയാണ്. അവരുടെ മുമ്പിൽ ദാനിയേല് മാത്രം ഭക്ഷണം കഴിച്ചു. ഈ സിംഹങ്ങൾ ദാനിയേലിനെയോ ആ ഭക്ഷണത്തെയോ തൊടാൻ ദൈവം അനുവദിച്ചില്ല. 7-ാം ദിവസമായപ്പോൾ പിറ്റേ ദിവസം രാജാവ് ദാനിയേലിന്റെ അസ്ഥി കാണുമെന്ന് കരുതി നോക്കിയപ്പോൾ അവനൊരു പോറല് പോലും ഏറ്റിട്ടില്ല. അവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ദാനിയേലിന്റെ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. രാജ്യത്തോട് കൽപ്പിക്കുകയാണ്, മറ്റൊരു ദൈവത്തെ നിങ്ങൾ ഇനി ആരാധിക്കരുത്. ദാനിയേലിനെ പുറത്തെടുത്ത് ഇവനെ ഈ സിംഹക്കുഴിയിലേക്ക് ഇടാൻ നിർബന്ധിച്ചവരെ മുഴുവൻ ഈ കുഴിയിലേക്ക് ഇട്ടു. അവിടെ എഴുതിയിരിക്കുകയാണ്, കുഴിയിലേക്ക് എത്തുമ്പോഴേക്കും സിംഹം ചാടി പിടിച്ച് അവരെ ഭക്ഷിച്ചു. വിശപ്പില്ലാത്തവരായിരുന്നില്ല. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് സിംഹത്തെ കണ്ട് ഓടിപ്പോകാനുള്ളവരല്ല നമ്മൾ. യേശു യൂദാ ഗോത്രത്തിലെ സിംഹമായി തിരിച്ചു വരുമ്പോഴേക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സിംഹത്തെ പോലും കീഴ്പ്പെടുത്താൻ കഴിയുന്ന വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം.
ഒരാളെയും ഭയപ്പെടാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. ആ വിശ്വാസം നിന്നിൽ ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ മലയോട് ചെന്ന് കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. ഇത് വിശ്വസിക്കുന്ന ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ സംഭവിക്കുമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, പുതിയ ഉടമ്പടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. യേശു മടങ്ങി വന്ന് യൂദാ ഗോത്രത്തിലെ സിംഹമായി നിലകൊള്ളുമ്പോൾ ശ്രദ്ധിക്കണേ, കാട്ടിലെ സിംഹത്തിന്റെ അലർച്ച മറ്റു മൃഗങ്ങൾ ഓടിപ്പോകുന്നുവെങ്കിൽ സിംഹക്കുഞ്ഞുങ്ങൾ ഓടി അടുക്കും. എന്റെ അപ്പനാണ് ഈ അലറുന്നത്. ഇതുപോലെ യേശു മടങ്ങി വരുമ്പോൾ പാപികൾ ഓടിയകലും. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ അനുസരിക്കുന്നവർക്ക് അന്ന് വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരിക്കും. അത് നമ്മിൽ സംഭവിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹെബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അത് വീണ്ടും തുടരുമ്പോൾ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് പുതിയ ഉടമ്പടി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവനെ അനുസരിക്കുന്ന ഒരു കൂട്ടമായി മാറുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.